നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെയധികം ഇന്ന് ചിന്തിക്കുന്ന, നമ്മൾ അറിയേണ്ടുന്ന, ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വലിയ മർമ്മപ്രധാനമായ വിഷയമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ വളരെയധികം ഇബാദത്താണ്. ഖംസും മിനൽ ഇബാദ. ആ 5 കാര്യങ്ങളും ഇബാദത്തുകളിൽ പെട്ടതാണ്. ആ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകും. അല്ലാഹു തആല നമുക്ക് വലിയ ആനന്ദം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. ഇത് നമുക്കറിയണം, നമ്മുടെ മക്കൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഭാവി തലമുറകളിലേക്ക് ഇതിൻ്റെ ചിന്തകൾ നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇതിനെക്കുറിച്ചിട്ട് പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഹൃദയാന്തരത്തിൽ ഇത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു തആല വലിയ സമാധാനം നൽകും. ഇത് ദുനിയാവിലും അല്ലാഹു തആല നമുക്ക് ഉപകരിക്കുന്നതാണ് ഈ 5 കാര്യങ്ങൾ. അതേപോലെ തന്നെ ആഖിറത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, 5 നോട്ടങ്ങളുണ്ട് സ്വഹാബ. ആ 5 നോട്ടങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതാണ്. അത് വലിയ ഇബാദത്താണെന്ന് പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അന്നളുറു ഇലാ കിതാബില്ലാഹ്. ഒന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാമായ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, എല്ലാത്തിനും നമുക്ക് ഉപകരിപ്പിക്കാൻ കഴിയുന്ന, നമുക്ക് രോഗങ്ങളുണ്ടോ അതിനും പരിശുദ്ധമായ ഖുർആനുണ്ട്. ആ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിലേക്ക് ഒരാളിങ്ങനെ നോക്കിയിരുന്നാൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. എൻ്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ഖുർആനിൽ മരുന്നില്ലാത്തത്? ഖുർആനിൽ എന്താണ് ഈ ഭൂമിലോകത്ത് പറയാത്തത്? ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ട്, അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ കുറിച്ച് മുഴുവനും അവിടുന്ന് വളരെ വ്യക്തമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനില് മുത്തുനബി നമ്മെ വളരെ വ്യക്തമായിട്ടെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളുണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ അതിനും നമുക്ക് മരുന്നുണ്ടല്ലോ. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളിൽ വല്ലാത്ത വൈകല്യം വന്നാൽ ആ ചിന്തകളെ നമുക്ക് നേരെയാക്കാൻ കഴിയുന്നത് എന്തിലൂടെയാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ നിരന്തരം പാരായണം ചെയ്താൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയവർ അവർ പറയുമല്ല, ഉസ്താദേ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ഹൃദയത്തിനകത്ത് വല്ലാത്ത സമാധാനം കടന്നു വരികയാണ്, മനസ്സിന് വല്ലാത്ത ആനന്ദം കടന്നു വരികയാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ എത്രയോ ആളുകളാണ് പറയാറുള്ളത്. അത് ഖുർആനിൻ്റെ മഹത്വമാണ്, അത് ഖുർആനിൻ്റെ മഹത്വമാണ്. വിശുദ്ധമായ ഖുർആൻ. ഒരാളൊരു പരിപാടിക്ക് പോയി അവിടെ യാസീൻ ഓതുന്നുണ്ട്, അവിടെ യാസീൻ ഓതാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ദിവസവും യാസീൻ ഓതുന്നവനാണ്. ഓതി അവനക്ക് കാണാപ്പാടമായിട്ടുണ്ട്. എന്നാലും അവനക്ക് കാണാപ്പാടം, അവനക്ക് മനപ്പാടം ഓതാൻ അറിയുന്നുണ്ടെങ്കിലും അവൻ നോക്കിയിട്ടാണ് വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുന്നതെങ്കിൽ ഓതിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിലേക്ക് നോക്കിയ പ്രതിഫലം അല്ലാഹു തആല അവനക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? 1-ന് 2 പ്രതിഫലമാണ്. നമ്മൾ ഓതിയിട്ട് നോക്കിയിട്ട് നമ്മൾ ഓതിയാൽ ആ ഖുർആനിലേക്ക് നോക്കിയതിന്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്ത പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയോ ഒരാൾക്ക് വുളു ഇല്ല, വുളു ഇല്ലാതെ വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. വുളു ഇല്ലാതെ എന്ത് ചെയ്യാൻ? ഖുർആൻ
ഓതാം അല്ലേ? പക്ഷെ വുളു ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓതുമ്പോൾ അതിനും കൂടെയുള്ള പ്രതിഫലം, വുളു എടുത്ത് ഓതിയതിന്റെ, നോക്കി ഓതിയതിന്റെ, അത് ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം, ഇങ്ങനെ പ്രതിഫലങ്ങൾ അല്ലാഹു തആല അധികരിപ്പിച്ചു തരും. അപ്പൊ ഇനി എത്ര സൂറത്തുകൾ നമുക്ക് കാണാപ്പാടമുണ്ടെങ്കിലും നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ഓതിക്കഴിഞ്ഞാൽ അതിന്റെ വലിയ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാ വീണ്ടും അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നോക്കണേ. നിങ്ങളുടെ കണ്ണിനൊരു ഇബാദത്തുണ്ട് സ്വഹാബത്തെ, നിങ്ങളുടെ കണ്ണിന്റെ ഇബാദത്തുണ്ട് സ്വഹാബത്തെ. ആ ഇബാദത്തിലേക്ക് നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ കൊണ്ടുപോകണേ, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണേ എന്ന് റസൂലുള്ളാഹ് പറയാണ്. അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വമാ അൽഹല്ലുഹാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ കണ്ണിന്റെ ഇബാദത്ത് എന്ന് പറയുന്നത്? അതാ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവേ റസൂലുള്ളാഹ് പറഞ്ഞതെന്ന് നോക്കണേ ഉമ്മ, അല്ലാഹു അന്നളറ ഇലാ കിതാബില്ലാഹ്, അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കിതാബിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കലാണ്. ആ നോട്ടത്തെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കൽ അത് നമ്മുടെ കടമയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കണ്ണിന്റെ ഇബാദത്തുണ്ട്. ആ കണ്ണിന്റെ ഇബാദത്ത് എന്ന് പറയുന്നത് അത് വിശുദ്ധമായ ഖുർആനിലേക്കുള്ള നോട്ടമാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താ നബിയെ കണ്ണിന്റെ നോട്ടം, ആ ഇബാദത്ത്? അത് വിശുദ്ധ ഖുർആനിലേക്കൊന്ന് നോക്കുക, ഖുർആനിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ സൗകര്യം ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞു. ഒന്നാമതായിട്ട് അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന കാര്യം, നോട്ടം കൊണ്ട് പ്രതിഫലം നൽകുന്നത് അന്നളുറ ഇലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ നോക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? കഅബത്തിൽ പരിശുദ്ധമായ നമ്മുടെ കഅബയുണ്ടല്ലോ, അന്നളുറ ഇലാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ, ആ വിശുദ്ധമായ ആ കഅബയിലേക്ക് നമ്മൾ നോക്കലാണ്. നമുക്കറിയാം, കറുപ്പ് കണ്ടാൽ നമ്മൾ ആരും നോക്കാതെ പോകുന്നതാണ്. കറുപ്പിലേക്ക് നോക്കാൻ ആർക്കും താല്പര്യമില്ലാത്തതാണ്. പക്ഷേ അല്ലാഹുവേ, പരിശുദ്ധമായ കഅബ കറുപ്പാണ്, അവിടുത്തെ കില്ല കറുപ്പാണ്, അവിടുത്തെ ഹാജറാബിയുടെ പ്രതീകമുള്ള ആ പരിശുദ്ധമായ ആ പാറക്കെട്ടുകൾ, സഫാ മർവ കുന്നുകളെല്ലാം അവിടുന്ന് കറുപ്പാണ്. പക്ഷേ ഒരു വിശ്വാസ സമൂഹം മുഴുവനും അവിടുന്ന് നോക്കാൻ ആഗ്രഹിക്കുകയാണ് ആ പരിശുദ്ധ കറുപ്പിലേക്ക്. കറുപ്പ് കണ്ടാൽ നമ്മുടെ കണ്ണവിടുന്ന് എടുക്കുമെങ്കിലും ആര് തന്നെ ഇഷ്ടമുള്ള കളറെന്ന് ചോദിച്ചാൽ ഒരാളും അവിടുന്ന് കറുപ്പിനെ പറയാറില്ല, പല പല നിറങ്ങൾ പറയും. പക്ഷേ നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു കളറാണ് കറുപ്പ്. അത് ഏത് കറുപ്പാണ്? അത് ഇഷ്ടപ്പെടേണ്ട കറുപ്പ് ഏതാണെന്നറിയോ? അത് കഅബയാണ്, അത് കഅബയുടെ കില്ലയാണ്, സഫാ കുന്നുകളാണ്, അവിടുത്തെ പാറക്കെട്ടുകളാണ്. ഹജറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതീകമുള്ള കറുപ്പ്, ബിലാൽ തങ്ങളുടെ പ്രതീകമുള്ള കറുപ്പ്, ആ കറുപ്പ് അത് വല്ലാത്ത സൗന്ദര്യമാണ്. ആ സൗന്ദര്യമുള്ള കറുപ്പിലേക്ക്, കഅബാലയത്തിലേക്ക് ആരെങ്കിലും നോക്കി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവനിക്കുതാ അവൻ നോട്ടത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും കാണാനും കേൾക്കാനും പോകാനും ആഗ്രഹിക്കുന്നതാണല്ലേ കഅബാലയം. ആർക്കാ താല്പര്യമില്ലാത്ത പ്രശ്നേ? അല്ലാഹുവേ, ഒരുപാട് ഒരുപാട് ആഗ്രഹമാണ് പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയി പരിശുദ്ധമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ. അല്ലാഹുവേ, നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.
ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും. വീണ്ടും അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായിട്ട് പറഞ്ഞത് അന്നദുറു ഇലാ വജ്ഹിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ് സഹാബ. ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ടല്ലോ, പാപ്പാനോട് മിണ്ടാതെ നടക്കുന്ന മക്കളുണ്ടല്ലോ, പടച്ചറബ്ബേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ പാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്തേക്ക് നോക്കൽ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാമിൻ വലദിൻ യൻദുറു ഇലാ വജ്ഹിൽ വാലിദൈനി നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജതൻ മബ്റൂറാ. ആരാണ് തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത്? ആത്മാർത്ഥമായിട്ട് ബാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യുന്ന മക്കളുണ്ടോ? ആ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. കാരുണ്യത്തോടെ അരിവോട് കൂടി തന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നവർ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർ, ബാപ്പാനെയും ഉമ്മാനെയും പരിചരിക്കുന്ന മക്കളുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജതൻ മബ്റൂറാ, അല്ലാഹു തആല നിങ്ങൾക്ക് സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു തആല അവിടുന്ന് പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. എന്താ പറഞ്ഞത്? എങ്ങനത്തെ പ്രതിഫലം നൽകുന്ന പറഞ്ഞത്? സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം. ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജതൻ മബ്റൂറാ, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലുശക്കണി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, പപ്പാന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. നമുക്ക് ആ പ്രതിഫലം വേണ്ടേ? പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഉമ്മാനോടും ബാപ്പാനോടൊക്കെ ചീത്ത പറയുന്ന, തെറിവിളിക്കുന്ന, തെറ്റി നടക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? ബാപ്പാനോടൊന്നും ബഹുമാനത്തോടെ സംസാരിക്കാത്ത, ഉമ്മാനോട് ബഹുമാനത്തോടെ സംസാരിക്കാത്ത എത്ര മക്കളുണ്ടെന്നറിയോ? അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നല്ല മനസ്സ് റബ്ബേ നീ ഞങ്ങൾക്ക് കൊണ്ട റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കൊക്കെ നീ നല്ല മനസ്സ് നൽകണേ റബ്ബേ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നാലാമതായിട്ട് പറയാണ് നാലാമത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ സംസം വെള്ളമുണ്ടല്ലോ, ആ പരിശുദ്ധ സംസം വെള്ളത്തിലേക്ക് നോക്കുക. ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതുകൊണ്ട് മാഉസ് സംസം ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്കൊന്ന് നോക്കിയിരുന്നു കൊള്ളൂ, അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മാഉസ് സംസമു ബിമാ ശുരിബലാ, ആ മാഉസ് സംസം ഒരാൾ കുടിച്ചാൽ എന്തിനാണോ അവൻ കുടിച്ചത് അത് നടക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണോ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ സംസം വെള്ളം കുടിച്ചത്, അത് നല്ല നീയത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഒരാൾ കുടിച്ചാൽ അല്ലാഹു തആല ആ ഉദ്ദേശം, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. രോഗത്തിനാണോ രോഗം മാറ്റി കൊടുക്കും,
ആഗ്രഹങ്ങൾ സഫലീകരിക്കാനോ അത് സാധിക്കും. വിശ്വാസം വേണം, അള്ളാഹുവിലും അചഞ്ചലമായ വിശ്വാസമാണ്. നമ്മൾ പല അമലുകളും ചെയ്തിട്ട് നമ്മൾ പറയും ഒരുപാട് നന്മകൾ, ഒരുപാട് അമലുകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പടച്ചോനെ ഞങ്ങൾക്കത് സ്വീകരിക്കാത്തത്, അതൊന്നും റാഹത്താകാത്ത എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ട്. പടച്ചോനെ ഞാൻ കുറെ നിസ്കരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കുറെ ദിക്ർ ചൊല്ലുന്നു, ഉസ്താദ് കാണുന്ന ഉസ്താദന്മാര് പറയുന്ന ദിക്റുകൾ മുഴുവനും ഞങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ റബ്ബേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും സാധിക്കാത്തത്? എൻ്റെ കാര്യങ്ങൾ എന്താ നടക്കാത്തത്? ഇന്ന കാര്യം നടക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനതുപോലെ ചെയ്തു, എന്നിട്ടും നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ സ്വയം നമ്മളൊന്ന് ചിന്തിച്ചു പോകും അല്ലേ? എന്നിട്ടും കാര്യം നടക്കുന്നില്ല. നമ്മളെന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ ഹൃദയം എപ്പോഴും പടച്ചുറപ്പിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കുറേ തെറ്റുകൾ ചെയ്യും, തെറ്റുകൾ പറയും, തെറ്റുകൾ ചിന്തിക്കും. ആ രൂപത്തിൽ നമ്മളിങ്ങനെ നടക്കും. നമ്മുടെ സ്വഭാവം നമ്മൾ പറയുന്നതായിരിക്കും നമുക്ക് ശരി, നമ്മൾ കാണുന്നതായിരിക്കും നമുക്ക് ശരി, നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് ശരി അല്ലേ? ചിലപ്പോൾ അത് തെറ്റായിരിക്കും, ചിന്തിക്കാൻ പാടില്ലാത്തതായിരിക്കും. ഇതെന്താ നമ്മൾ പറയുന്നറിയോ, ഞാനങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല, ഞാനങ്ങനെ തെറ്റൊന്നും ചിന്തിക്കൂല, എൻ്റെ ഹൃദയം ഭയങ്കരാണ്, എൻ്റെ ഹൃദയം വളരെ നന്നാണ് എന്ന് നമ്മൾ സ്വയം എന്താകും നമ്മൾ പറയും. ഇല്ല, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ തെറ്റ്, നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ തെറ്റ്, നമ്മൾ പറയുന്നതായിരിക്കും ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വരുന്നുണ്ടാകും, നമ്മൾ അറിയാതെ തന്നെ അല്ലേ? അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ അറിഞ്ഞും അറിയാതൊക്കെ വരും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ തെറ്റുകളുടെ കൂപാരങ്ങളിലൂടെ മാത്രം നമ്മൾ നിന്ന ചിലപ്പോൾ അല്പസമയമെടുക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ, അല്പസമയമെടുക്കും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാൻ. അപ്പൊ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കൂല, അല്ലെങ്കിൽ സംശയമാണ്, അത് ചെയ്താൽ ഉണ്ടാകുമോ ഇല്ലേ, സംശയം കൊണ്ട് ചെയ്താലും നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. അള്ളാഹു ബോധം തരട്ടെ. നാലാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വന്നളുറു ഇലാ മാഇ സംസം. ആരെങ്കിലും മാഇ സംസമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പരിശുദ്ധമായ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അതിന് അല്ലാഹു തആല അവനിക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഒരാൾ വെള്ളം കുടിച്ചത്, മാഉ സംസം കുടിക്കുന്നത്, ആ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. വഹിയ തഅദ്ദുൽ ഖതായാ, അവന്റെ കണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങളുണ്ടല്ലോ, കണ്ണുകൊണ്ട് നോക്കി ഒരുപാട് ഹറാമിലേക്ക് നോക്കിയിട്ടുണ്ട്, ഒരുപാട് തിന്മകളിലേക്ക് കണ്ണുകളെ കൊണ്ടുണ്ടല്ലോ നോക്കിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു തആല പുറത്തു തരുന്നതാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? എത്ര മഹത്താണ് പഠിച്ചവനെ, എത്ര വലിയ മഹത്വമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, നിങ്ങൾ ഇത്രയും ജനങ്ങൾ ഓരോ ദിവസവും പരിശുദ്ധമായ ആ പുണ്യഗേഹത്തിൽ എത്തുന്ന ജനങ്ങൾ എത്രയാണ്? ഒരു വർഷത്തിൽ കോടിക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. ഈ ഓരോ ആളുകളും എത്തുന്ന ആളുകൾ മുഴുവനും അവർ അവിടെ നിന്ന് ഈ പരിശുദ്ധ ഈ സംസം വെള്ളത്തിൽ നിന്ന്, ആ കിണറ്റിൽ നിന്ന് എല്ലാ ആൾക്കാരും കൊണ്ടുപോകേണ്ടത്. എത്ര രാജ്യങ്ങളിലേക്കാണ് സംസം വെള്ളം എത്തുന്നത് അല്ലേ? എന്നിട്ട് ആ വെള്ളം മുഴുവനും വറ്റിപ്പോയോ? എന്നിട്ട് ആ വെള്ളം മുഴുവനും വറ്റിപ്പോയോ? എത്ര നമ്മളൊക്കെ വീട്ടിലത്തെ, നമ്മളൊക്കെ നാട്ടിലത്തെ കിണർ, ആ കിണറൊന്ന് ആലോചിച്ചു. നമ്മുടെ നാടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നാട്. വിദേശത്തെക്കാളും മക്കയെക്കാളും ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന നാട് നമ്മളതാണ്, വെള്ളമുള്ള നാട് നമ്മളതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളെ വീട്ടിൽ തൊട്ടടുത്ത അയൽവാസിക്ക് 2 ദിവസം ഒന്ന് വെള്ളടിക്കാൻ കൊടുത്താൽ, വെള്ളം അടിക്കാൻ വേണ്ടി കൊടുത്താൽ എന്തുണ്ടാവുക? ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കിണറ്റത്തെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളും അടിക്കുന്നുണ്ട്, അവരും അടിക്കുന്നു. 2 പെരക്കാരടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ കാര്യം അല്ലേ? അനല്ലേ? ഉറപ്പാണ്. എന്നാൽ എത്ര ലിറ്റർ വെള്ളമാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ പരിശുദ്ധമായ സംസം കിണറ്റിൽ നിന്നും ഒരു ദിവസം അവിടെ നിന്ന് പോകുന്നത്? ഒരു വർഷത്തിന് എത്ര പോകുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങൾ.
ഇനി കൊറോണയുടെ സമയമായപ്പോൾ ആരും തന്നെ അവിടേക്ക് ചെന്നില്ല. ഇത്രയും ആളുകൾ കൊണ്ടുപോയിരുന്ന വെള്ളമാണ്, ഇത്രയും ആളുകൾ വെള്ളമെടുത്തിരുന്ന കിണറാണ്. കൊറോണ സമയത്തൊക്കെ ഒരുപാട് ലിമിറ്റുകളായിരുന്നു, എല്ലാ കാര്യങ്ങളും അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ വെള്ളമെല്ലാം പൊന്തി പൊന്തി വന്ന് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായോ? അതും ഉണ്ടായില്ല അല്ലേ? അതും ഉണ്ടായിട്ടില്ല. എന്നും ഒരു ലിമിറ്റ്, എന്നും ഒരു ലിമിറ്റിലായി നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് സാധിക്കുന്ന ഒരു അത്ഭുതകരമായ കിണറും വെള്ളവുമാണ് സംസം. അതൊക്കെ ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ മതി. ആ സംസം വെള്ളത്തിന്റെ, ആ കിണറിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകാൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹ് നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമി ലോകത്തുള്ള ആളുകൾ മുഴുവനും അതിൽ നിന്ന് അല്ലാഹുവേ എത്രയോ ലിറ്റർ കണക്കിനാണ് റബ്ബേ വെള്ളം ശേഖരിക്കുന്നത്. എന്നിട്ട് പോലും പരിശുദ്ധമായ സംസം കിണറിന് പറ്റിയിട്ടില്ല. ഇനി ആരും തന്നെ അവിടെ നിന്ന് എടുക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വന്നാൽ ഒരിക്കലും തന്നെ പടച്ച തമ്പുരാനെ അതിലെ വെള്ളമതാ ഉയർന്നു വന്നുകൊണ്ട് മക്കയും മദീനയും ആ അറേബ്യൻ സമൂഹമെല്ലാം നിറഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് മൂടുന്നതുമില്ല. ഒരാൾക്കും തന്നെ പ്രശ്നങ്ങളില്ല, വേവലാതികളില്ല, പേടികളില്ല. ആ പരിശുദ്ധമായ വെള്ളം കൊണ്ട് എത്ര ആളുകളുടെ രോഗമാണ് മാറ്റിയിട്ടുള്ളത്, എത്ര ആളുകളുടെ ജീവിതത്തിലേക്കാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? ഈ മാഉ സംസം കുടിച്ചിട്ട്, ഈ വെള്ളം കുടിച്ചിട്ട്. അല്ലാഹുവേ, പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ബഹുമാനിച്ചതാണ്. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കരഞ്ഞുകൊണ്ട് കാലിട്ടടിച്ച ആ പരിശുദ്ധമായ കാലിന്റെ ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവെടുത്തതാണ് മാഉ സംസം. അവസാനം ഇതിങ്ങി വെള്ളത്തെ ശേഖരിക്കാൻ, ഇതൊന്ന് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് പറയാണ്, സംസം സംസം സംസം, ഒന്നടങ്ങ്. അങ്ങനെ ആ പരിശുദ്ധമായ വെള്ളത്തിന് അവസാനം ചെറിയ ആ നീരുറവ് അങ്ങനെ പൊന്തി പൊന്തി വന്നു. പിന്നെ അവിടെ കിണറായി, ഇന്ന് വലിയ കിണറായി. പടച്ചറബ്ബേ, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാൻ വേണ്ടിയിട്ട്, ആ വെള്ളമൊന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ മുലപ്പാല് പോലുമില്ല. മുലപ്പാല് പോലും ഹാജറ ബീവിയിലില്ല. ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. പടച്ചറബ്ബേ, ചുറ്റുഭാഗം കാടുകളാണ്, കുന്നുകളാണ്. സഫാ മർവ മലകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ മഹദി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഓടിയല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് ജിബ്രീലിന്റെ ചിറകടി അങ്ങ് കൊണ്ടപ്പോൾ അവിടെ അല്ലാഹു തആല സംസം അങ്ങ് ഉത്ഭവം കൊടുക്കുകയാണ്. ഇന്നും അത്ഭുതമാണ്. അതുകൊണ്ട് ആ പരിശുദ്ധമായ മാഉ സംസമിലേക്ക് നമ്മൾ നോക്കിയാൽ അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്നതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. മാത്രമല്ല, അത് കുടിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സാധിക്കുന്നതാണ്. മാത്രമല്ല, നിന്റെ കണ്ണിന്റെ രോഗമുണ്ടല്ലോ, കണ്ണിന്റെ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം അല്ലാഹു തആല പുറത്തു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായിട്ട് പറയാണ്, അല്ലാഹുവേ, പടച്ചുറപ്പേ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് പഠിച്ച ഇൽമുകൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആലിമീങ്ങളായ ആളുകളുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ആ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന മഹാന്മാർ, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ, നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ പാപങ്ങൾ പൊറുക്കാൻ, അല്ലാഹ് നിനക്ക് പ്രതിഫലം നൽകാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ദീനിന്റെ ഓരോ ഹുക്മുകൾ പറയുമ്പോൾ ആ പണ്ഡിതനെ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, ഓനെ നീയൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിന്റെ ബാപ്പ മരിച്ചാൽ, അല്ലെങ്കിൽ നിന്റെ മക്കള് മരിച്ചാൽ, നിന്റെ ഉമ്മ മരിച്ചാൽ, നീ തന്നെ മരിച്ചാൽ, നിന്റെ മയ്യത്തിന്റെ ചാര വന്നിട്ട് ഫാത്തിഹ വിളിക്കുന്ന നിന്റെ പള്ളിയിലെ ഖതീബാണ്. പക്ഷേ പള്ളിയിലെ ഖതീബിന് എന്തു പറഞ്ഞാലും കുറ്റമാണ് അല്ലേ? പള്ളിക്കത്ത് ഉസ്താദിന് എന്ത് കാട്ടിയാലും കുറ്റാണ്. മൂപ്പര് അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റാണ്. മൂപ്പര് ഓതിയത് അങ്ങനെയാണ്, മൂപ്പര് നോക്കിയത് ഇങ്ങനെയാണ്, മൂപ്പര് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം കുറ്റം. എന്നാൽ ഇവന്റെ വീട്ടിൽ എന്തുണ്ടെന്നുണ്ടെങ്കിലും ആ ഖതീബില്ലാതെ നടക്കൂല. അങ്ങനല്ലേ? എന്നാ കുറ്റോ? പടച്ച റബ്ബേ, നാട്ടിലത്തെ ഖതീബിന് എന്തു പറഞ്ഞാലും കുറ്റം. അങ്ങനെ ചില ആളുകളുണ്ട്. ഉസ്താദ് അങ്ങോട്ട് ഇറങ്ങിയില്ല, ഉസ്താദ് അങ്ങോട്ട് വന്നില്ല, ഉസ്താദ് അവിടെ അങ്ങനെ പറഞ്ഞത്, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. മൂല്യമാർക്ക് മൊത്തം കുറ്റം. നിന്റെ വീട്ടിനകത്ത് എന്തു തന്നെ ചെയ്യണമെങ്കിലും പടച്ച റബ്ബേ, നിനക്കൊരു തലവേദന വന്നാൽ, നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നീ ഒരു നൂലെടുത്തിട്ട് ഓടുന്നത് പള്ളിയിലെ ഖതീബിന്റെ അടുത്തേക്കാണ്. ഉസ്താദ് ഇന്ന് ഓതിത്തരും, ഇതൊന്ന് ഓതിത്തരും, എനിക്ക് വല്ലാത്ത സുഖമില്ല, ക്ഷീണമാണ് അല്ലേ? അതിനും ഉസ്താദ് വേണം, എല്ലാത്തിനും ഉസ്താദ് വേണം. പക്ഷെ കുറ്റം മുഴുവനും അതും ഉസ്താദിന്. അള്ളാഹു ബോധം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല ആലിമീങ്ങളായ, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് പഠിച്ച ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ നിനക്ക് പ്രതിഫലം ഉണ്ടാക്കുന്നതാണ്, നിനക്ക് പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നല്ല ചിന്തക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കൽ, അത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ, മാതാപിതാക്കളിലേക്ക് നോക്കൽ അല്ലെ, പ്രതിഫലം ലഭിക്കുന്നതാണ്. നാലാമത്തത്, വന്നദുർ ഇലാ മാഇ സംസം, മാഉ സംസം, വെള്ളത്തിലേക്ക്, സംസം വെള്ളത്തിലേക്ക് നോക്കുക, പ്രതിഫലം ലഭിക്കും. അഞ്ചാമത്തത്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആലിമീങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഉസ്താദന്മാർ, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നല്ല ആലിമീങ്ങൾ, അവരെ ബഹുമാനിക്കണം. അവരുടെ മുഖത്തേക്ക് നോക്കലും നിങ്ങൾക്ക് പുണ്യമുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.